ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC ബാങ്ക് റെയിൽവേ എക്സാംസിന് വളരെ നിർണായകമായ ടോപ്പിക്കാണ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് അഥവാ QA. QAക്ക് SSC എക്സാംസിന് 25 മാർക്കും അതുപോലെ തന്നെ റെയിൽവേ എക്സാംസിന് 30 മാർക്കും ബാങ്ക് എക്സാം പോലുള്ള എക്സാമുകൾക്ക് 35 മാർക്കുകൾ ചോദിക്കുക. ആ 35 മാർക്ക് 30 മാർക്ക് എന്ന് മേടിക്കുന്ന വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മേടിക്കാൻ നമ്മൾ സമയം ഒരുപാട് അതിനെടുത്തുകൊണ്ടേ മേടിക്കാൻ പറ്റൂ. സമയം എങ്ങനെ ലാഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് 100% മാർക്ക് QA ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും ടോപ്പിക്കുകൾ, അതാണ് ദിശ അക്കാഡമിയുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളെയും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ എല്ലാം അനലൈസ് കൊണ്ടാണ് ദിശ അക്കാഡമി ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 100% സിൻസിയറായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മാർക്കും QA ആയാലും റീസണിങ് ആയാലും എല്ലാത്തിനും പിടിക്കാം. അതിന് മുന്നോടിയായിട്ട് റെഗുലറായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഇന്നത്തെ ടോപ്പിക്ക് സിംപ്ലിഫിക്കേഷൻ ആണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് ഉണ്ടാവും. എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലിങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ്, പെർസെൻറ്റേജ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും QAക്ക്. അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ വളരെ നിർണായകമായ ടോപ്പിക്കാണ് SSC അതുപോലെ ബാങ്ക് എക്സാമിന്, അതുപോലെ PSC ഡിഗ്രി എക്സാംസിന്. എങ്ങനെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. അതായത് ഒരു 20 സെക്കൻഡ് കൊണ്ട് ഒരു 10 സെക്കൻഡ് കൊണ്ട് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 പ്ലസ് 1/13 അങ്ങനെ എക്സെട്ര 1/72. നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ 6, 12, 20, 30, 42, 56 അതുപോലെ തന്നെ 72 അതിന്റെ LCM കാണും. അല്ലെങ്കിൽ ക്രോസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ സമയം ഒരുപാട് പോകും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ആദ്യം നമുക്ക് ഇതിന്റെ ഫ്ലോ അറിയണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പോകുന്നത് നോക്കണം. 1/6 നമുക്ക് 1/2 മൈനസ് 1/3 എഴുതാം. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3, 2, 3 മൈനസ് 2, 1, 1/6. അതുപോലെ തന്നെ 1/12 നമുക്ക് 1/3 മൈനസ് 1/4 എന്ന് എഴുതാം. അതുപോലെ തന്നെ 1/20 1/4 മൈനസ് 1/5 എന്ന് എഴുതാം. 1/4 മൈനസ് 1/5 എന്ന് വെച്ചാൽ 5 മൈനസ് 4 1 ആണ്. 4 × 5 20. അതുപോലെ എക്സെട്ര പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ 42 ആണെങ്കിൽ 1/6 മൈനസ് 1/7 പ്ലസ് 1/56 ആണെങ്കിൽ 1/7 മൈനസ് 1/8. അതുപോലെ 1/72 ആണെങ്കിൽ 1/8 മൈനസ് 1/9. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു ഫ്ലോ നോക്കുകയാണെങ്കിൽ 1/2, 1/3, 1/3, 1/4, 1/4, 1/5. ഈ മൈനസ് 1/3 പ്ലസ് 1/3 ക്യാൻസൽ ആവും. അതുപോലെ തന്നെ മൈനസ് 1/4 പ്ലസ് 1/4 ക്യാൻസൽ ആവും. മൈനസ് 1/5 വെട്ടാൻ ആരുണ്ടാവും? ഈ 13 1 പ്ലസ് 1/5 ഉണ്ടാവും. അതുപോലെ വെട്ടി 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 ഇവനെ വെട്ടിപ്പോവും. അതുപോലെ 1/7 വെട്ടാൻ ഇവിടുത്തെ 1/7 ഉണ്ടാവും. മൈനസ് 1/8 പ്ലസ് 1/8 വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് കാണാൻ കഴിയും 1/2 വെട്ടാൻ ആരുമില്ല. അതുപോലെ തന്നെ 1/9 വെട്ടണമെങ്കിൽ അടുത്ത ടൈം വരണം. അടുത്ത ടൈം ഇല്ല, അവിടെ കഴിഞ്ഞ് 1/7. അപ്പൊ നമുക്ക് മനസ്സിലായി 1/2 മൈനസ് 1/9 ആണ് ഇതിന്റെ ആൻസർ. ഇതിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 9 മൈനസ് 2/18. ആൻസർ 7/18. ഇത്രയേ ഉള്ളൂ അതിന്റെ ഉത്തരം. വളരെ പെട്ടെന്ന് ചെയ്ത് നമുക്ക് ഇതിന്റെ ഫ്ലോ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഫ്ലോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോന്നും വെട്ടിപ്പോവും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി 1/2 ഇൻറ്റു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം 1/3 നമുക്ക് 1/6 എഴുതാം. അതുപോലെ തന്നെ 1/12 3 ഇൻറ്റു 4 എന്ന് എഴുതാം. അതുപോലെ തന്നെ 20 4 ഇൻറ്റു 5 എന്ന് എഴുതാം. അങ്ങനെ എക്സെട്ര 1/8 ഇൻറ്റു 9 72 ആണ്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നോക്കുക 1/2, ലാസ്റ്റ് ആയിട്ട് നോക്കുക 1/9. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/2 മൈനസ് 1/9 എന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. 9 മൈനസ് 2/18 7/18. 5 സെക്കൻഡ് മതി, വളരെ പെട്ടെന്ന് മനസ്സിലായി പറ്റും. പക്ഷെ നമ്മൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ ഇതിന്റെ ഫ്ലോ അല്ല കാണാൻ പഠിക്കരുത്. ഫസ്റ്റ് മൈനസ് ലാസ്റ്റ് ഒന്ന് കാണാൻ പഠിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 32Q പ്ലസ് 79Q മൈനസ് 111Q പ്ലസ് 3 ഇൻറ്റു 32 ഇൻറ്റു 79 111. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുന്നത്? 32 ക്യൂബ് ആണ്, 79 ക്യൂബ് ആണ്, 111 ക്യൂബ് ആണ്. അതിനെ കൂട്ടും കുറയ്ക്കും, സമയം ഒരുപാട് പോകും. 1 മിനിറ്റ് ഒതുങ്ങില്ല, 2 മിനിറ്റ് ഒതുങ്ങില്ല, 3 മിനിറ്റ് കഴിയില്ല. പക്ഷേ SSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നത് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു ഫോർമുലയാണ്. AQ പ്ലസ് BQ പ്ലസ് CQ മൈനസ് 3ABC ഈക്വൽസ് ഹാഫ് ഓഫ് A plus B plus C A minus P the whole square plus B minus C the whole square plus C minus A the whole square.
നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ ഓൾജിബ്രയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുകൊണ്ട് കമ്പയർ ചെയ്യണം. A 32Q, അതുപോലെ തന്നെ B 79Q, C ആണെങ്കിൽ 111 രൂപ. അതവിടെ കിടക്കണം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മൈനസും പ്ലസും എല്ലാം ഉണ്ട്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. അവിടെ കൺഫ്യൂഷൻ വരും. നമുക്ക് ഈ റൈറ്റ് സൈഡ് നോക്കണം. എപ്പോഴും ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇവിടെ A പ്ലസ് B പ്ലസ് C 0 ആവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് 0 ആവുകയാണെങ്കിൽ ഈ ടേം മൊത്തത്തിൽ എന്താവും? 0 ആവും. അപ്പൊ നമുക്ക് മനസ്സിലാവും AQ പ്ലസ് BQ പ്ലസ് CQ മൈനസ് 3ABC എന്ന് പറഞ്ഞാൽ എന്താവും? 0. എന്തുകൊണ്ടാ? A പ്ലസ് B പ്ലസ് C, അതായത് എയും ബിയും സിയുടെ കൂട്ടിയ 0 ആവുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ഫുൾ 0 ആവും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതാണ് ഈ ക്വസ്റ്റിനകത്തെ മെയിൻ പാർട്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ എഴുതാം. 32Q പ്ലസ് 79Q, ഇവിടെ പ്ലസ് CQ ആണ്. അപ്പം പ്ലസ് ഇട്ടിട്ട് മൈനസ് 111 ക്യൂബ്. ശരിയല്ലേ? മൈനസിന്റെ ക്യൂബ് ഓഡ് നമ്പേഴ്സ് വരുവാണെങ്കിൽ 3, 5, 7 വരുവാണെങ്കിൽ മൈനസ് തന്നെ ആയിരിക്കും. ഈവൻ നമ്പർ വരുവാണെങ്കിൽ പ്ലസ് ആയിരിക്കും. നമുക്ക് ഇതുകൊണ്ട് ഒരു വലിയ വ്യത്യാസമില്ല. കാര്യം മൈനസിന്റെ ക്യൂബ് ആണെങ്കിൽ മൈനസ് തന്നെയാണ്. 5 വന്നാലും 7 വന്നാലും ഓഡ് വന്നാൽ നെഗറ്റീവ് ആണ്. മൈനസ് 3 ഇൻറ്റു 32 ഇൻറ്റു 79 ഇൻറ്റു നമുക്ക് സി എന്ന് നടക്കുന്നത് മൈനസ് 111. അപ്പൊ മൈനസ് 111 ഈക്വൽസ് റൈറ്റ് സൈഡ് എഴുതേണ്ട കാര്യമില്ല. AQ പ്ലസ് BQ പ്ലസ് CQ മൈനസ് 3ABC. നമുക്ക് എന്താ നോക്കണം? ഈ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം എന്താ പറഞ്ഞത്? A പ്ലസ് B പ്ലസ് C എപ്പോഴും നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ 32 പ്ലസ് 79, C എന്ന് വെച്ചാൽ മൈനസ് 111 ആണ്. 32 79 കൂടെ 111 ആണ്. 111 മൈനസ് 111 ആണ് 0. എന്ന് വെച്ചാൽ A പ്ലസ് B പ്ലസ് C എന്താണ്? 0. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ഫുൾ 0. എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ക്ലിക്ക് ചെയ്തോളാം. ജസ്റ്റ് 5 സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യണം. AQ പ്ലസ് BQ പ്ലസ് CQ മൈനസ് 3ABC എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് A പ്ലസ് B പ്ലസ് C ഇൻറ്റു A മൈനസ് B ഹോൾ സ്ക്വയർ പ്ലസ് B മൈനസ് C ഹോൾ സ്ക്വയർ പ്ലസ് C മൈനസ് C ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. SSL സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് 2 മിനിറ്റ് എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 പ്ലസ് 0.02 0.02 0.02 ഡിവിഷൻ 0.2 ആണ്. 0.02 അല്ല, 0.2 0.2 0.2 പ്ലസ് 0.04 0.04 0.04. നമ്മൾ അതിന്റെ ഓപ്ഷൻ നോക്കേ. 1/4 1/2 1/8 1/5. നമുക്ക് SSC മെയിൻ ആയിട്ട് നമ്മൾ കോമ്പറ്റീവ് എക്സാം നമ്മൾ പരമാവധി ഓപ്ഷൻ ചെയ്ത് പഠിക്കണം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ചെയ്യേണ്ട, ഓപ്ഷൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും ഞാൻ 0.1 ക്യൂബ് ആണില്ല, 0.2 ക്യൂബ് ആണില്ല, 0.2 ക്യൂബ് ആണ്, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഞാൻ 0.1നെ A എന്ന് വിളിച്ചു. അതുപോലെ തന്നെ 0.02നെ ഞാൻ വിളിച്ചു B എന്ന് വിളിച്ചു. 0.1നെയാണ് ഞാൻ A എന്ന് വിളിച്ചത്. 0.02നെയാണ് വിളിച്ചേക്കുന്നത് B എന്ന് വിളിച്ചത്. 0.2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.1 ആണെന്ന് എല്ലാവർക്കും അറിയാം. 2 ഇൻറ്റു 0.1 ആണ് 0.2. അപ്പം 0.1 ഞാൻ എന്താ വെച്ചാൽ A. അപ്പൊ 2A. 0.2നെ അപ്പൊ എന്താ വിളിക്കാൻ പറ്റും? 2A. അപ്പം 0.1 എന്താ വിളിച്ചേക്കുന്നത്? A. അതുപോലെ തന്നെ 0.02നെ B എന്ന് വിളിച്ചു. അപ്പം 0.04 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.02 ആണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ മനസ്സിൽ കാണണം. അല്ലാതെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ എഴുതണം എന്നല്ല പറഞ്ഞത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പം 2 ഇൻറ്റു 0.02നെ B എന്നാണ് വിളിച്ചേക്കുന്നത് 2B. അപ്പം 0.04നെ എന്ത് വിളിക്കാൻ പറ്റും? 2B. ഈ കിട്ടിയിരിക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിനെ 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 നമ്മൾ A ക്യൂബ്. കാര്യം നമ്മൾ ഇതിനെ വിളിച്ചേക്കുന്നത് A എന്ന. അതുപോലെ 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02 ആകുമ്പോൾ എന്ത് വരും? B ക്യൂബ്. ഇത് 0.2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 2A ഹോൾ ക്യൂബ്. 0.04 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.04നെ 2B എന്നാണ് വിളിച്ചത്. 0.04 എന്ന് പറഞ്ഞാൽ 2B. അപ്പൊ എന്ത് വരും? 2B ഹോൾ ക്യൂബ്. വളരെ സിമ്പിൾ ആണ്. A ക്യൂബ് പ്ലസ് B ക്യൂബ് ബൈ 2ന്റെ ക്യൂബ് എത്ര വരും? 8. A ക്യൂബോ? A ക്യൂബ്. 2ന്റെ ക്യൂബ് 8 B ക്യൂബ് ഈക്വൽസ് A ക്യൂബ് പ്ലസ് B ക്യൂബ്. ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 8 ഇവിടെയുണ്ട്, 8 ഇവിടെയുണ്ട്. അപ്പൊ 8 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 8 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ A ക്യൂബ് ആണ്. ബ്രാക്കറ്റ് ചെയ്യണം B ക്യൂബ്. മേലും താഴെയും എന്ന് വെച്ചാൽ ന്യൂമറലിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിക്കളഞ്ഞു. നമുക്ക് ആൻസർ 1/8. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. നിങ്ങൾ ഇങ്ങനെ A എന്നോ B എന്നോ ഒന്നും പഠിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിയതാ. കൃത്യമായിട്ട് മൈൻഡ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10 സെക്കൻഡ് കൊണ്ട് 15 സെക്കൻഡ് കൊണ്ട് പഠിക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ 1/8 എന്ന് തന്നെ വരണം. അല്ലാതെ ഇതിന് ഒരിക്കലും ഇതിന്റെ ക്യൂബ് ഒന്നും കണ്ടുപിടിച്ച് കൂട്ടാനും
കുറയ്ക്കാനുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒറ്റ അടിക്കാൻ എത്ര പറ്റും 1/8. ജസ്റ്റ് 10 സെക്കൻഡ് മതി ഇതുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് 100% മാർക്ക് സിംപ്ലിഫിക്കേഷൻ അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കിനും കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 of 3.75 whole cube plus 1 7.5 whole square minus 6.5. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ അല്ല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലൊക്കെ കാണും, പക്ഷെ അതുപോലെ ചെയ്യരുത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഒരിക്കലും 8നെ 3.75 ക്യൂബ് കണ്ടുപിടിക്കുക, 8 കൊണ്ട് ഗുണിക്കുക, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, അതൊന്നും അല്ല ഇതിന്റെ ആൻസർ. കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഈ 8നെ എനിക്കറിയാം 2ന്റെ ക്യൂബാണ് 8, അതുപോലെ തന്നെ 3.75 ഹോൾ ക്യൂബ് പ്ലസ് 1 വിലയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഡിവിഷൻ 7.5 ഹോൾ സ്ക്വയർ മൈനസ് 6.5. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എഴുതില്ല, ബുക്കിൽ എഴുതില്ല. നമുക്ക് മൈൻഡിൽ പറയുന്നുണ്ട് 2ന്റെ ക്യൂബാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് അറിയാം a⁻n into b⁻n എന്ന് വെച്ചാൽ a ബേസ് ആണ്, b ബേസ് ആണ്, n പവർ ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? a into b ഹോൾ റേസ് ടു n എഴുതാം, ഒരുമിച്ച് ഗുണിച്ച് പവർ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഇതിനെ എഴുതി കൂടെയോ a⁻n into b⁻n നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈക്വൽസ് 2 into 7.5 ഹോൾ ക്യൂബ് പ്ലസ് 1 ab the whole ratio by 7.5 whole square minus 6.5. ഇത് 3.75 ചൂടെ ഗുണിച്ചാൽ നമുക്ക് എത്ര വരും? 7.5 ഹോൾ ക്യൂബ് പ്ലസ് ഞാൻ ഒന്നിനെ എഴുതി 7.5 ഹോൾ സ്ക്വയർ മൈനസ് 6.5. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ പരമാവധി നമ്മൾ സ്റ്റെപ്പുകൾ കുറെ കിടപ്പ് എഴുതി പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം സ്റ്റെപ്പ്. ഇതിന് 2ന്റെ ക്യൂബിന് എഴുതാൻ വലിയ പേരെ വേണ്ട, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് എഴുതാനും കുടിക്കാനും വേണ്ട. ഈ ഒരു രീതി കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഫോർമുല പഠിക്കണം. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചാണ് a ക്യൂബ് പ്ലസ് b ക്യൂബ് എന്ന് പറഞ്ഞാൽ a പ്ലസ് b a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ ആണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുലയാണ്. അപ്പൊ ഞാൻ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a ക്യൂബ് പ്ലസ് b ക്യൂബ് ബൈ ഇവരെ ഞാൻ ഇപ്പുറത്തുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തെ ഡിവിഷൻ ആവും a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. ജസ്റ്റ് ക്യൂബും സ്ക്വയറും ഒന്നും കണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? a പ്ലസ് b. അപ്പൊ ഇത് പഠിക്കാൻ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. ഈ ഒരു ക്വസ്റ്റിനകത്ത് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അത് പഠിക്കണം. a ക്യൂബ് അപ്പൊ നിങ്ങൾ ഡൗട്ട് ആയിരിക്കും a ക്യൂബ് മൈനസ് b ക്യൂബ് ബൈ വരുവാണെങ്കിൽ a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ വരുവാണെങ്കിൽ അതിന് ഉത്തരം എന്തായിരിക്കും? a മൈനസ് b ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം. a ക്യൂബ് മൈനസ് b ക്യൂബ് വരുവാണെങ്കിൽ a മൈനസ് b ആയിരിക്കും. a ക്യൂബ് പ്ലസ് b ക്യൂബ് വരുവാണെങ്കിൽ a പ്ലസ് b. ഡിവിഷൻ എന്തായിരിക്കണം? a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. അതുപോലെ പക്ഷെ ഇതുപോലല്ല ഇത് കിടക്കുന്നത്. ഈ ഒരു a ക്യൂബ് പ്ലസ് b ക്യൂബ് ഓക്കെ, പക്ഷെ ഇവിടെ എന്തല്ല a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. പക്ഷെ ഞാൻ എന്താക്കും? അതുപോലെ ആക്കും. അതിന്റെ ബാക്കി നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ 7.5 ഹോൾ ക്യൂബ്, 1ന്റെ ക്യൂബ് 1 തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഡിവിഷൻ നമുക്ക് എന്ത് പറയണം? a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. a നമുക്ക് എന്താണെന്ന് അറിയാം? 7.5. b എന്താണെന്ന് അറിയാം? 1. അപ്പൊ ഞാൻ 7.5 ഹോൾ സ്ക്വയർ എഴുതി മൈനസ് 7.5 into 1 പ്ലസ് 1. ശരിയല്ലേ? 1 സ്ക്വയർ. നോക്ക് a ക്യൂബ് പ്ലസ് b ക്യൂബ് ബൈ a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. ഇവിടെ a എന്ന് വെച്ചാൽ 7.5ഉം b എന്ന് വെച്ചാൽ 1ഉം ആണ്. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു ഇതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. a ക്യൂബ് പ്ലസ് b ക്യൂബ് ബൈ a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ വെച്ചാൽ എന്തായിരിക്കും? a പ്ലസ് b. അപ്പൊ നമുക്ക് ഈ ആൻസർ എഴുതാൻ പറ്റും 7.5 പ്ലസ് 1. ആൻസർ കിട്ടും 8.5 ആണ് ആൻസർ. 8.5 ആൻസർ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു പരമാവധി ഈ സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ എഴുതില്ല. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ബൈഹാർട്ട് ചെയ്യേണ്ട എന്താ? ഈ 2 കാര്യങ്ങൾ പഠിക്കണം. ഓൾജിബ്ര, സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഇത് രണ്ടും പഠിച്ച് ഈ ഒരു ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഉത്തരം. അത് പഠിക്കാൻ തന്നെ വേണം. അപ്പൊ അത് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ അത് മൈൻഡിൽ തന്നെ 2-3 മെട്രോ എഴുതി പഠിക്കുമ്പോൾ എന്താവും? അത് ശരിയാവും. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. അപ്പൊ ഇത് ആൻസർ 8.5. അതുപോലെ ആക്കി എടുക്കുന്നതാണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാത്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 100% മാർക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നും മേടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ SSC എക്സാംസ്, ഇപ്പോൾ NDS, CHSL അതുപോലെ CGL എക്സാംസിൽ പോലും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും എല്ലാവരും എന്ത് വിചാരിക്കും? 53 87 കൊണ്ട് ഗുണിച്ചാൽ പോലെ, 159 21 ഗുണിച്ചാൽ പോലെ, 106 25 ഗുണിച്ചാൽ പോലെ, അതെപ്പോലെ ആഡ് ചെയ്താൽ ആൻസർ ഇല്ലേ? ആൻസർ കിട്ടും. പക്ഷേ അതിന് സമയം എത്ര പോകും? 1 മിനിറ്റ് 2 മിനിറ്റ്. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ സമയം കളയാൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ എപ്പോഴും ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്കറിയാം 53 കോമൺ ആണ് ഇവിടെ. കാര്യം എനിക്ക് എങ്ങനെ മനസ്സിലായി 53 കോമൺ ആണ്? എനിക്ക് 159 എനിക്ക് 53 × 3 എഴുതാൻ പറ്റുമെന്ന് അറിയാം. അതുപോലെ 106 എന്ന് വെച്ചാൽ 53 × 2 ആണെന്ന് എനിക്ക് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലായി. ആ ഒരു ഐഡിയ നമ്മൾ പ്രാക്ടീസിലൂടെ കിട്ടുന്നതാണ്. ഒറ്റ ഐഡിയ നമുക്ക് മനസ്സിലാക്കണം.
അപ്പൊ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ 53 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 87 ഉള്ളൂ. ഇവിടെ 53 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? 3യും 21. അപ്പൊ എന്ത് വരും? 3 × 21 പ്ലസ് ഇവിടെ 53 എടുക്കുകയാണെങ്കിൽ 106 എന്ന് വെച്ചാൽ 53 2 53 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 വരും, 25 വരും. ആൻസർ പെട്ടെന്ന് നിങ്ങൾ ഈ ഗുണിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. 53 87 പ്ലസ് 21 3 ഗുണിച്ചാൽ 63 പ്ലസ് 50. 53 ഇൻറ്റു 87ഉം 61 കൂട്ടി എത്ര വരും? 140 150. 150 50 കൂട്ടി എത്ര വരും? 200. 53ന്റെ ഡബിൾ എത്ര വരും? 106 20. ആൻസർ 106 20. വളരെ പെട്ടെന്ന് കിട്ടും ആൻസർ. അല്ലാതെ ഇത് കാണുമ്പോഴേക്കും ഒരു കാരണവശാലും ഇത് ഗുണിക്കുക. ആൻസർ കിട്ടുന്നില്ലെന്ന് ഞാൻ പറയില്ല. ആൻസർ കിട്ടും, പക്ഷെ എന്ത് സമയം പോകും. ഇങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ. ഞാൻ ക്ലാസ് തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞു, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് നിസ്സാര ടോപ്പിക് അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്കാണ്. SSC ആയാലും ബാങ്ക് ആയാലും റെയിൽവേ എക്സാമിനായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഞാനിത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനാണ് പഠിപ്പിച്ചത്. അതെല്ലാം കൃത്യമായിട്ട് 2-3 വട്ടം പ്രാക്ടീസ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് സെക്ഷൻ, ഇതിൻ്റെ ലിങ്കായിട്ട് പ്രാക്ടീസ് സെക്ഷൻ തരുന്നതാണ്. അതെല്ലാം ചെയ്ത് നോക്കുക. സംശയങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.